അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ആ ലോറി ഉടമയായ മനാഫിൻ്റെ കാര്യമാണ്. അയാൾ അനുഭവിച്ചിട്ടുള്ള ഒരു ഹെയ്റ്റ്, ഒരു അറ്റാക്കിൻ്റെ കഥ പറയുന്നുണ്ട്. ഇയാൾ ജിഹാദിയാണ് എന്ന് പറയുന്ന ആൾ, ഇയാൾ കള്ളക്കടത്തുകാരനാണെന്ന് പറഞ്ഞ ആൾ, ചന്ദനം ഇയാളുടെ വണ്ടിക്കകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്, വണ്ടിയുടെ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയുള്ള കേവലമായ സാമ്പത്തിക താല്പര്യമാണ് പോലെയുള്ള സംഗതികൾ വെച്ച് നിരന്തരമായി ആക്രമിക്കപ്പെട്ടു. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, 72 ദിവസത്തെ കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ ഒരു 10-30 ദിവസമോ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും യൂസ്ഡ് ആയി, എല്ലാവരും അഡാപ്റ്റഡ് ആയി. എന്ന് വെച്ചാൽ എന്താണ് സംഭവിച്ചു കഴിഞ്ഞു, അർജുനെ നഷ്ടപ്പെട്ടു, ഇനി വീണ്ടെടുക്കുക സാധ്യമല്ല, വലിയൊരു അപകടമാണ് ഉണ്ടായത്. ആ നിലയ്ക്ക് എല്ലാവരും ഒരർത്ഥത്തിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്തിരുന്നു. പക്ഷേ 72ാമത്തെ ദിവസം വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ നമ്മളാരും കാണാതെ അതിനുവേണ്ടി പ്രയത്നിച്ച മനുഷ്യരെ ഓർക്കണമല്ലോ. അത് 2 പ്രധാനപ്പെട്ട പേരുകളാണ്. ഒന്ന് മനാഫിൻ്റെയും ഒന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലിൻ്റെയും. ഇത് മലയാളികളുടെ ഐക്യത്തിൻ്റെ കഥയല്ല, മലയാളികളും കന്നഡിഗരും ഒരുമിച്ച ഐക്യത്തിൻ്റെ കഥയാണ്. അതുകൊണ്ട് ഇത് എല്ലാ കൈൻഡ് ഓഫ് മനുഷ്യരുടെയും ഒരുമിക്കലിൻ്റെ സ്നേഹത്തിൻ്റെ കഥയാണ്. അതുകൊണ്ട് അർജുൻ ബാക്കിയാക്കുന്നത് നമ്മൾ കൈവിട്ട് കളയാൻ പാടില്ലാത്ത നമ്മുടെ ഐക്യത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ സന്ദേശമാണ്. അത് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് ഇപ്പം പറയാൻ തോന്നുന്ന കാര്യം. നമ്മൾ കേരളത്തിലെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവുക, ആളുകളെ നഷ്ടപ്പെടുക, കിട്ടാതിരിക്കുക, അകാലത്തിൽ ആളുകൾ നമ്മളെ വേർപിരിഞ്ഞ് പോവുക എന്നതുപോലെയുള്ള ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ കാണുന്നുണ്ട്. സങ്കടകരമായ ഒന്നാണ്. അർജുൻ്റേതും ഒരർത്ഥത്തിൽ അങ്ങനെ ഒന്നാണ്. വയനാട്ടിൽ നമ്മൾ എത്രയോ പേരുടെ മരണം കണ്ടു. ഇനിയും കണ്ടെടുക്കാത്ത ഒരുപാട് സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ മണ്ണിനടിയിലാണ്. നമുക്കൊരു തീർപ്പില്ല ഒന്നിനെക്കുറിച്ചും. ആ കൂട്ടത്തിൽ വേണമെങ്കിൽ എഴുതി ചേർക്കാവുന്ന ഒന്നാണ്. പക്ഷേ അതോടൊപ്പം അർജുൻ്റെ കാര്യം സവിശേഷമായി പറയേണ്ടി വരുന്നത്, ഇന്ന് രാവിലെ ഇപ്പം ഞാൻ അവിടെ വിലാപയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ഷാഫി പറമ്പിലിനോട് സംസാരിക്കുകയായിരുന്നു MP. ഇപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അർജുനെ നമുക്ക് ജീവനോടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല, അയാളുടെ മൃതദേഹം പോലും പൂർണ്ണ സ്വഭാവത്തിൽ കണ്ടെടുക്കാൻ നമുക്ക് പറ്റിയില്ല. ആ നിലയ്ക്ക് ഇതിൻ്റെ നിരാശാജനകമായ ഒരു അന്ത്യമാണ് ഈ തെരച്ചിലിന്. പക്ഷേ അർജുൻ മുന്നോട്ട് വയ്ക്കുന്ന, അർജുൻ മടങ്ങിപ്പോകുമ്പോൾ അയാൾ കേരളത്തിൽ ഉയർത്തി വെക്കുന്ന വലിയൊരു മാനവികതയുടെ സന്ദേശമുണ്ട്. കാരണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സഹോദരനെ തേടിയിറങ്ങാൻ, എല്ലാം മാറ്റിവെച്ച് തേടിയിറങ്ങാൻ വരുന്ന ഒരു വലിയ സമൂഹം ഉൾക്കൊള്ളുന്നതാണ് കേരളമെന്ന പ്രത്യാശാനിർഭരമായ ഒരു സംഗതിയുണ്ട്. അതാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഷാഫി പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളെ പല അർത്ഥത്തിൽ ചെതറിക്കാൻ നോക്കൂ. ഈ ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം ഈ ഇൻസിഡൻറ്റിനെ മുൻനിർത്തി, ഈ ലോറി ഉടമയെ മുൻനിർത്തി, അയാളുടെ മതത്തെ മുൻനിർത്തി പോലും നമ്മുടെ ഐക്യത്തെയും നമ്മുടെ സ്നേഹത്തെയും സൗഹാർദ്ദത്തെയും ഹാർമണിയും ഒക്കെ ചെതറിക്കാൻ വലിയ ആസൂത്രിതമായ പണി നടക്കുമ്പോൾ അതിനെ മുഴുവൻ മറികടന്നുകൊണ്ട് നമ്മളൊരു കാല് വെച്ചു, വലിയൊരു ലീപ്പ് വെച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി എനിക്ക് തോന്നുന്നത്. ഈ 72 ദിവസവും മലയാളികൾ ഇയാൾ തിരിച്ചു വരുന്നതിന് വേണ്ടി കാത്തിരുന്നു. പലരും എഴുതി കണ്ടതുപോലെ കാണാതായ ഒരു മനുഷ്യൻ, ഒരാൾ തിരിച്ചു വരാൻ വേണ്ടി മലയാളികൾ ഇത്രയധികം ആഗ്രഹിച്ച ഒരു എപ്പിസോഡ് ഈ സമീപകാലത്ത് ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും അതിനുവേണ്ടി കാത്തിരുന്നു, പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തി, അതിനുവേണ്ടി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തി, ആക്ഷൻ കമ്മിറ്റികളിൽ പ്രവർത്തിച്ചു. എല്ലാ കൈൻഡ് ഓഫ് ആളുകളുടെയും പങ്കാളിത്തം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ്, സാമൂഹികമായ ഒരു ഐക്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞാൽ വളരെ ദുർബലരായ ജീവികളാണ്. ഏത് സമയത്തും നമുക്ക് കാല് തെറ്റിപ്പോകാം, എപ്പോൾ വേണമെങ്കിലും നമ്മൾ വീണു പോകാം, മുങ്ങിപ്പോകാം, പെട്ടുപോകാം. അവിടെ ചേർന്ന് നിൽക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമുക്ക് നമ്മുടെ മതം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടി, നമ്മുടെ സംഘടന, നമ്മുടെ അയൽപ്പക്കക്കാർ മാത്രമായി അതിജീവിക്കുക എന്നത് അസാധ്യമാണെന്നും മുഴുവൻ മനുഷ്യരുടെയും കൂടി സംഘാടനം കൊണ്ടാണ് നമുക്ക് അതിജീവനവും മുന്നോട്ട് പോക്കും വിജയവും എല്ലാം സാധ്യമാവുമെന്നുള്ള വലിയൊരു മെസ്സേജ് തീർച്ചയായിട്ടും അർജുൻ്റെ ഈ ഇൻസിഡൻറ്റ് മലയാളിക്ക് മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. അതിനകത്ത് മലയാളി അതിനെല്ലാം മറികടന്നു. അപ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ആ ലോറി ഉടമയായ മനാഫിൻ്റെ കാര്യമാണ്. കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ സംസാരിച്ചു. മനാഫ് പറയുന്ന ഒരു വാചകം, ആ ലോറി ഉയർത്തി കഴിഞ്ഞപ്പം ക്യാബിനകത്ത് ബോഡി ഉണ്ടെങ്കിൽ ബോഡി എടുത്തിട്ട് നീ ലോറി താഴ്ത്തിക്കോളൂ, എനിക്ക് വേണ്ട എന്നാണ്. അപ്പോൾ അയാൾ അതിന് ശേഷം അയാൾ അനുഭവിച്ചിട്ടുള്ള ഒരു ഹെയ്റ്റ്, ഒരു അറ്റാക്കിൻ്റെ കഥ പറയുന്നുണ്ട്. ഇയാൾ ജിഹാദിയാണ് എന്ന് പറയുന്ന ആൾ, ഇയാൾ കള്ളക്കടത്തുകാരനാണെന്ന് പറഞ്ഞ ആൾ, ചന്ദനം ഇയാളുടെ വണ്ടിക്കകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്, വണ്ടിയുടെ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയുള്ള കേവലമായ സാമ്പത്തിക താല്പര്യമാണ് പോലെയുള്ള സംഗതികൾ വെച്ച് നിരന്തരമായി ആക്രമിക്കപ്പെട്ടു. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, 72 ദിവസത്തെ കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ ഒരു 10-30 ദിവസമോ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും യൂസ്ഡ് ആയി, എല്ലാവരും അഡാപ്റ്റഡ് ആയി. എന്ന് വെച്ചാൽ എന്താണ് സംഭവിച്ചു കഴിഞ്ഞു, അർജുനെ നഷ്ടപ്പെട്ടു, ഇനി വീണ്ടെടുക്കുക സാധ്യമല്ല, വലിയൊരു അപകടമാണ് ഉണ്ടായത്. ആ നിലയ്ക്ക് എല്ലാവരും ഒരർത്ഥത്തിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്തിരുന്നു. പക്ഷേ 72ാമത്തെ ദിവസം വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ നമ്മളാരും കാണാതെ അതിനുവേണ്ടി പ്രയത്നിച്ച മനുഷ്യരെ ഓർക്കണമല്ലോ. അത് 2 പ്രധാനപ്പെട്ട പേരുകളാണ്. ഒന്ന് മനാഫിൻ്റെയും ഒന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലിൻ്റെയും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്നെ സംബന്ധിച്ച് ആശ്വാസമൊന്നുമില്ല ഇതിൽ, അല്ല സന്തോഷമൊന്നുമില്ല, ആശ്വാസം മാത്രമേ ഉള്ളൂ. മോക്ഷം കിട്ടാൻ വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥനയ്ക്ക് അവസാനത്തെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ആശ്വാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഞാൻ അവരോട് പ്രോമിസ് ചെയ്തതാണ്, എനിക്ക് സാധ്യമാക്കാൻ പറ്റി എന്ന് അയാൾ പറയുന്നു. അതുപോലെ ഒന്നാണ് മനാഫും, വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കാം എന്ന് പ്രതിജ്ഞ എടുത്ത ആൾ. അപ്പോൾ ഒന്ന് സതീഷ് കൃഷ്ണയും ഒന്ന് മനാഫും, ഈ 2 പേരും കൂടിയാണ് പ്രതിജ്ഞ എടുക്കുന്നത് ആർക്ക്, വീട്ടുകാർക്ക് അർജുനെ തിരിച്ചു കൊടുക്കും എന്നുള്ളത്. അതുകൊണ്ട്
കേരളം അതിൻ്റെ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസുകളിലൊന്നാണ് മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ വളരെ ആസൂത്രിതമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം ആളുകൾ. അതിന് എല്ലാ വിധത്തിലുള്ള സഹായവും കിട്ടുന്ന കാലമാണ്. ഹെയ്റ്റ് മോങ്കേഴ്സിനെതിരായിട്ടുള്ള നടപടികൾ പോലും ഇല്ലാത്ത വിധം നമ്മൾ ആ നിലയ്ക്ക് ഹതഭാഗ്യരായ ജനതയാണ് അവിടെ. പക്ഷേ മനുഷ്യർ, എല്ലാ അധികാര സംവിധാനങ്ങളും നമ്മളെ ചിതറിക്കാൻ നോക്കുമ്പോൾ മനുഷ്യർ അവരുടെ മാനവിക ബോധം കൊണ്ട് ചേർന്ന് നിൽക്കുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നു. വീണ്ടും അതിനെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ എന്ന് വിളിക്കാൻ കഴിയുന്ന വയനാടാണ് കേട്ടോ. വയനാട് നമ്മൾ മറന്നു പോകാൻ പാടില്ല. വയനാട്ടിലേക്ക് ഒഴുകിയെത്തിയ മനുഷ്യർ, അവരെ നമുക്ക് ഒരിക്കലും അവഗണിച്ചു പോകാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ കേരളം ആവർത്തിച്ച് വയനാട്ടിലായാലും ഷിരൂരിലായാലും കേരളം ആവർത്തിച്ച് വലിയൊരു മാതൃക മുന്നോട്ട് വെക്കുന്നു. ഒരു കാര്യം കൂടി ഉള്ളത്, ഇത് കേരളത്തിൻ്റെ മാത്രം ഐക്യത്തിൻ്റെ കഥയല്ല. കേരളത്തിൽ തന്നെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്ന ഒന്നല്ല. ഇത് കർണാടകയിൽ സംഭവിച്ച കാര്യമാണ്. കർണാടക ഗവൺമെൻറ് വേണേൽ ഒഴിവാക്കാമായിരുന്നു. പ്രത്യേകിച്ച് വയനാട്ടിലെ ദുരന്തം കഴിഞ്ഞു. അപ്പോൾ വയനാട്ടിൽ ഇതിനേക്കാൾ വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ ആളുകൾ വരുന്നില്ല എന്നൊക്കെ വിചാരിച്ച് അവർക്ക് ഒഴിവാക്കായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ വികാരത്തെയും നമ്മുടെ സമ്മർദ്ദത്തെയും മാനിക്കുകയും അതിനുവേണ്ടി അവസാനം വരെ തിരയാൻ തീരുമാനിക്കുകയും ചെയ്ത അവിടുത്തെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനെ നിശ്ചയമായിട്ട് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇന്നിപ്പം വനം മന്ത്രി കെ ശശീന്ദ്രൻ ഞാൻ രാവിലെ സംസാരിക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇത് മലയാളികളുടെ ഐക്യത്തിൻ്റെ കഥയല്ല, മലയാളികളും കന്നഡിഗരും ഒരുമിച്ച ഐക്യത്തിൻ്റെ കഥയാണ്. അതുകൊണ്ട് ഇത് എല്ലാ കൈൻഡ് ഓഫ് മനുഷ്യരുടെയും ഒരുമിക്കലിൻ്റെ സ്നേഹത്തിൻ്റെ കഥയാണ്. അതുകൊണ്ട് അർജുൻ ബാക്കിയാക്കുന്നത് നമ്മൾ കൈവിട്ട് കളയാൻ പാടില്ലാത്ത നമ്മുടെ ഐക്യത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ സന്ദേശമാണ്. അത് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് ഇപ്പം പറയാൻ തോന്നുന്ന കാര്യം.